എന്താ സുഖത ഈ വഴിക്കൊന്നും കാണാറേ ഇല്ലല്ലോ. തിരക്കല്ലേ സാറേ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നാ. എന്താ? ഞാൻ ഇന്നലെ വിജിലൻസ് ഓഫീസിൽ പോയിരുന്നു നമ്മുടെ കൂട്ടുകാരനെ കാണാനേ. ഓ, അപ്പൊ അവിടെ RTO കൈക്കൂലി നേരിട്ട് ചോദിച്ചു എന്നും പറഞ്ഞിട്ട് വിജിലൻസിലെ കംപ്ലൈന്റ് ചെയ്ത് RTOന്റെ ജോലി തെറിപ്പിച്ച ഒരാളില്ലേ, നിങ്ങളെ കേട്ടിൽ ഇപ്പൊ അടുത്തുണ്ടായ സംഭവല്ലേ? എന്നിട്ട് ആ മനുഷ്യനെ ഞാൻ അവിടെ കണ്ടു. അതിനെന്താ? അല്ല, അയാൾ പ്രാവശ്യം കംപ്ലൈന്റ് ആയിട്ട് വന്നിരിക്കുന്നു വില്ലേജ് ഓഫീസിൽ നിന്ന് നേരിട്ട് കൈക്കൂലി ചോദിച്ചു, അതിനെതിരെ നടപടി വേണമെന്നുള്ള കംപ്ലൈന്റ് ആയിട്ടാണ്. കൊടുക്കട്ടെ. ഒരു സാധാരണ മനുഷ്യൻ, കോയ എന്നാണ് അയാളുടെ പേര്. എന്താണ് കോയ? കണ്ടോ? അല്ല, എല്ലാരും കേക്കട്ടെ, ഞാൻ മാത്രം കണ്ട കാര്യമില്ലല്ലോ. അതെ, അന്ന് നമ്മുടെ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കി പോയിട്ടുള്ള ഒരു കോയല്ലേ, അയാൾ ഇവിടെ വന്നോ? പിന്നെ അയാൾ ഇവിടെ വന്നില്ലേ? എന്നാ സാറെ സൂക്ഷിക്കണം, വില്ലേജ് ഓഫീസർമാർക്കെതിരെ നടപടി വേണമെന്ന് പറഞ്ഞത് നിങ്ങൾക്കെതിരെ ആയിരിക്കും. നമ്മളിവിടെ ആരും കൈക്കൂലി ചോദിച്ചില്ലല്ലോ. അയാളോട് ഇനി ആരാ ചോദിക്കാൻ ബാക്കി? കൈക്കൂലി ചോദിക്കാത്ത ഒരാൾക്കാർ നിങ്ങളുടെ സ്വഭാവം അറിയണ്ടാ ഞാനിത് ആദ്യം തന്നെ ഇവിടെ വന്ന് പറഞ്ഞത്. അന്ന് അവസാനം വന്നു പോയപ്പോ വഴക്കുണ്ടാക്കി പോയതല്ലേ? എന്റെ സാറേ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വരുമ്പോ അവര് ആരാ എന്താന്നൊക്കെ നോക്കിയിട്ട് വേണ്ട പെരുമാറാൻ. ഇല്ലല്ലോ, നിർത്തി. അല്ല, ഞാൻ പറയാൻ കാരണം എന്താ, ഈ കോയ ഇനിയും വരും. അയാൾ വരുമ്പോ ചിലപ്പോ വിജിലൻസ് കൂടെ ഉണ്ടാവും. ചിലപ്പോ ഈ മഷി പുരട്ടിയ നോട്ട് തന്നു കൊടുക്കും, അല്ലെങ്കിൽ വേറെ ആരേലും വിട്ടു കൊടുക്കും. ആരാ വരിക, എന്താ തരിക, എങ്ങനെ ഇവര് പിടിക്കാന്ന് പറയാൻ പറ്റില്ല. എന്തായാലും നീ അതിവിടെ വന്ന് പറഞ്ഞത് വലിയ ഭാഗ്യമായി സുഗത. അല്ല, ഇനി സൂക്ഷിക്കണം, ഇനി കാശിന്ന് കണ്ട എല്ലാം മറന്നിട്ട് ആക്രാന്ത് മേടിക്കരുത്, അതാ പറയണത്. ഇല്ലടോ, നിർത്തി എന്ന് പറഞ്ഞില്ലേ? ഞാൻ പോട്ടെ. അഭിനയിക്കാൻ പോയിട്ടുള്ള ജോലികളെ സമാധാനമായിട്ട് ജോലി ചെയ്യാന്ന് വിചാരിച്ചപ്പോ അലാക്കില് പോക്കായി പോയിട്ടോ. അത് അവലും കഞ്ഞായിപ്പോയി അലാക്കില് കൊണ്ടുവച്ച ബാഗ്. അളവിന് പോയതോ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അല്ലാന്ന് അയാളെ വീട്ടിൽ പോയിട്ട് ആകെ ഇടങ്ങറായിരുന്നു. ആ സുമേഷ് ആളെ വീട്ടില് കംപ്ലീറ്റ് ചളിയും പിളിയായിട്ട് ഒരു പറമ്പ് കൂടെ കംപ്ലീറ്റ് ചളിയും ചവിട്ടി വെയിലും കൊണ്ട് അളന്നൊക്കെ കഴിഞ്ഞപ്പോ 5 പൈസ തരാനൊക്കെ തോന്നി. ഞാനെന്താ ചെയ്യണ്ടേ? പോയി കല്യാണം കഴിച്ചു പിരാതി പിടിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ കൊണ്ടൊക്കെ ബാഗ് വലിയ പാർട്ടി അത് വിചാരിച്ചിട്ട് പോയതാ. അല്ല, വല്ലാണ്ട് കളിയാക്കണ്ട, അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അനുഭവം. അല്ല ആള് എന്തിനാ പോന്നത്? എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അറിവില്ലാത്ത നമ്മൾ പഠിപ്പിച്ചു ഇപ്പൊ ഇവിടുന്ന്. അല്ല, എന്റെ വീട്ടുകാരൊക്കെ കൂടി പറഞ്ഞപ്പോ എന്നെ കൂടി വിട്ടതാണ്. എന്തിന്? സ്കെച്ചിന്റെ സ്കെച്ചൊക്കെ ഞാൻ എന്റെ സൗകര്യം പോലെ തരും. അതിന് സൗകര്യം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാറേ. വേണ്ട, ആ പൈസ വാങ്ങിക്കണ്ട. 1000 ഉറുപ്പിക നമുക്ക് ഓരിയേക്കാം. എത്ര രൂപ വാങ്ങിക്കണ്ട പറഞ്ഞില്ലേ? അതെ, ഞാൻ വില്ലേജ് ഓഫീസർ ആയിട്ട് ഇരിക്കുന്നിടത്തോളം കാലം ഇവിടെ ഒരൊറ്റ ആളും കൈക്കൂലി വാങ്ങിക്കാൻ പാടില്ല. ഇതൊക്കെ എന്നുണ്ടായ നിയമം? ഇന്നുണ്ടായ നിയമം. നിങ്ങൾക്ക് എന്താ ആവശ്യം? സ്കെച്ച് അല്ലേ? ആ സ്കെച്ച് മൊയ്തു സാറ് നാളെ ഇവിടെ റെഡിയാക്കി വെക്കും. രാവിലെ വന്നിട്ട് വാങ്ങിച്ചോണ്ട് പോണം. ഇനി മുതൽ ആളുകളോട് വളരെ മാന്യമായ രീതിയിൽ ചിരിച്ച് സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ പെരുമാറാൻ പാടും. ശരി, നിങ്ങൾ പൊക്കോ. വല്ലാത്ത കൊലച്ചതിയായി പോയിട്ട് സാർ ഇത്. അതെ, വിജിലൻസ് റെയ്ഡിന് വരുന്നുണ്ട്. വിജിലൻസ് പോയ ആളിനെ ചിലപ്പോ വിജിലൻസ് പറഞ്ഞു വിട്ടതായിരിക്കും. വെള്ളം